എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് നടത്തുന്ന വിവിധ എക്സാമുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻസേഴ്സും കൂടാതെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദി അതർ നെയിം ഓഫ് പുടയൂർ ഭാഷ എ കേരളൈറ്റ് താന്ത്രിക് വർക്ക്? കേരളീയ താന്ത്രിക കൃതിയായ പുടയൂർ ഭാഷയുടെ മറ്റൊരു പേര് എന്താണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്രിയാദീപിക. 1953 ഉളിയത്തില്ലത്ത് രാമൻ വാഴുന്നവർ അവർകൾ സമ്പാദനം ചെയ്ത് പ്രസിദ്ധീകരിച്ച താന്ത്രിക കൃതിയാണ് പുടയൂർ ഭാഷ. ക്രിയാദീപിക എന്നു പേരുകൂടിയുള്ള പുടയൂർ ഭാഷ എന്ന തന്ത്രഗ്രന്ഥം തന്ത്രികളുടെ ഇടയിൽ വളരെ പ്രസിദ്ധിയും പ്രചാരമുള്ള ഒന്നാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പി എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന മേൽശാന്തി സ്ഥാനം വഹിക്കുന്ന തറവാടാണ് ഉളിയത്തില്ലം. അടുത്ത ചോദ്യം, ദ താന്ത്രിക് റിച്വൽ ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ഐഡൽസ് ഈസ് നോൺ ആസ്? വിഗ്രഹങ്ങളുടെ ശുദ്ധീകരണത്തിനുള്ള താന്ത്രിക ആചാരം അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ധാരയാണ്. ചേനാസ് നാരായണൻ നമ്പൂതിരി രചിച്ച തന്ത്രസമുച്ചയം പാപപരിഹാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അശുദ്ധി നീക്കം ചെയ്യുന്നതിനായി 7 തരം സ്ഥാനശുദ്ധിയും ബിംബശുദ്ധി അഥവാ വിഗ്രഹത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ചും തന്ത്രസമുച്ചയം സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ വിഗ്രഹശുദ്ധിക്ക് ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതിനും തന്ത്രസമുച്ചയം ചതുശുദ്ധി, ധാര, അവഗാഹം എന്നിവ ശുപാർശ ചെയ്യുന്നുണ്ട്. ഈ ധാര എന്നത് വിഗ്രഹത്തിന് മുകളിൽ വിശുദ്ധ ജലവും അതുപോലുള്ള വസ്തുക്കളും തുടർച്ചയായി ഒഴിക്കുന്ന രീതിയാണ്. അടുത്ത ചോദ്യം, ദ കുലദേവതാ ക്ഷേത്ര ഓഫ് ദ കൊച്ചി റോയൽ ഫാമിലീസ്? കൊച്ചി രാജകുടുംബത്തിൻ്റെ കുലദേവതാ ക്ഷേത്രം ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, പൂർണ്ണത്രയീശ ക്ഷേത്രമാണ്. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളൊന്നാണ് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. കൊച്ചി രാജവംശത്തിൻ്റെ കുടുംബക്ഷേത്രമാണിത്. സന്താന ഗോപാലമൂർത്തിയാണ് ഇവിടെ ആരാധിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് വകയാണ് ഈ ക്ഷേത്രം. മുൻ ക്ലാസ്സുകൾ നമ്മൾ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തെ പറ്റി വിശദമായി നോക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, വു പെർഫോം ദ തൃപ്പടിദാന? തൃപ്പടിദാനം നടത്തിയത് ആരാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, മാർത്താണ്ഡവർമ്മയാണ്. 1750 ജനുവരി 3 തിരുവിതാംകൂർ മഹാരാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചരിത്രപ്രധാനമായ ചടങ്ങാണ് തൃപ്പടിദാനം. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1766 കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജ തിരുവിതാംകൂറിലെ പുതിയ പ്രദേശങ്ങൾ കൂടി ശ്രീ പത്മനാഭന് സമർപ്പിച്ച ചരിത്രപരമായ നടപടിയാണ് രണ്ടാം തൃപ്പടിദാനം. അടുത്ത ചോദ്യം, എ ട്രഡീഷണൽ ഡാൻസ് റിച്വൽ പെർഫോംഡ് ബൈ മെൻ എസ്പെഷ്യലി ഇൻ ഭഗവതി ടെമ്പിൾസ് ഓഫ് നോർത്ത് കേരള ഈസ്? വടക്കൻ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ അവതരിപ്പിക്കുന്ന ഒരു പരമ്പരാഗത നൃത്ത ചടങ്ങ് ഏതാണെന്ന് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, പൂരക്കളിയാണ്. വടക്കൻ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പൂരം ആഘോഷത്തെ തുടർന്ന് പുരുഷന്മാർ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയാണ് പൂരക്കളി. മലയാള മാസം മീനത്തിലാണ് സാധാരണ പൂരാഘോഷം നടക്കാറുള്ളത്. പൂരക്കളി നിയന്ത്രിക്കുന്ന ആളെ പണിക്കർ എന്നാണ് വിളിക്കാറ്. രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുമുള്ള കഥകളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് പൂരക്കളിയിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും നിന്നാണ് പൂരക്കളി കളിക്കുന്നത്. പൂരക്കളി പാട്ടുകളെ പൂരമാലകൾ അല്ലെങ്കിൽ 18 നിറങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 18 നിറങ്ങൾ കഴിഞ്ഞാൽ വൻകളികൾ എന്നറിയപ്പെടുന്ന ഗണപതി പാട്ട്, രാമായണം, ഇരട്ട അംഗം തുടങ്ങിയ കളികളാണ്. ഏറ്റവും അവസാനം അതാതു ക്ഷേത്രത്തിലെ ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ടാണ് പൂരക്കളി സമാപിക്കുന്നത്. പൂരക്കളിയിലെ സംഘങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും മത്സരാധിഷ്ഠമായ പ്രകടനമാണ് മറുത്തുകളി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മറുത്തുകളി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണാം. അടുത്ത ചോദ്യം, വിച്ച് ഫിലോസഫി വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ രാമാനുജാചാര്യ? രാമാനുജാചാര്യൻ ഏത് തത്വചിന്തയാണ് മുന്നോട്ട് വെച്ച് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിശിഷ്ട ദ്വൈത വേദാന്തം. 11-ാം നൂറ്റാണ്ടിലെ ഭക്തസന്യാസിയായ ശ്രീ രാമാനുജാചാര്യ ശ്രീ വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാളായിരുന്നു. വേദാന്തത്തിലെ വിശിഷ്ട ദ്വൈത ഉപപാഠശാലയുടെ മുഖ്യ വക്താവാണ് രാമാനുജാചാര്യ. രാമാനുജാചാര്യരുടെ ഓർമ്മയ്ക്കാണ് 216 അടി ഉയരമുള്ള സമത്വ പ്രതിമ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തെലങ്കാനയിൽ അനാവരണം ചെയ്തു. അടുത്ത ചോദ്യം, ഹൂ ഇസ് ദ ഓതർ ഓഫ് നാട്യകൽപദ്രുമം? നാട്യകൽപദ്രുമം എന്ന കൃതിയുടെ രചയിതാവ് ആരാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, മാണി മാധവ ചാക്യാരാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. അഭിനയ കലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തിനെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രശസ്ത കൂടിയാട്ടം കലാകാരനായ മാണി മാധവ ചാക്യാർ രചിച്ച കൂടിയാട്ടത്തിൻ്റെ സമസ്ത വശങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണിത്.
ഈ ഗ്രന്ഥത്തിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ഡോക്ടർ കെ കുഞ്ചുണ്ണി രാജയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പഞ്ചവാദ്യ? പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്ത വാദ്യോപകരണം ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ചെണ്ടയാണ്. കേരളത്തിൻ്റെ തനത് വാദ്യകലകളിലൊന്നാണ് പഞ്ചവാദ്യം. തിമില, മദ്ദളം, ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളം എന്നീ വാദ്യങ്ങളാണ് ഈ കലാരൂപത്തിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ദ ഉപനിഷത്ത് റിലേറ്റഡ് ടു സാമവേദ ഈസ്? സാമവേദവുമായി ബന്ധപ്പെട്ട ഉപനിഷത്ത് ഏതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ചാന്തോഗ്യ ഉപനിഷത്താണ്. സാമവേദത്തിൽപ്പെട്ട ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതുമായ ഉപനിഷത്തുകളിലൊന്നാണ് ചാന്തോഗ്യ ഉപനിഷത്ത്. തത്വമസി എന്ന ആശയം ഉൾക്കൊള്ളുന്നത് ഈ ഉപനിഷത്തിലാണ്. ശുക്ല യജുർവേദത്തിൽപ്പെട്ട ഉപനിഷത്താണ് ബൃഹദാരണ്യകം. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഈ ഉപനിഷത്തിലുള്ളതാണ്. അഥർവവേദത്തിൽപ്പെട്ട ഉപനിഷത്താണ് മാണ്ഡൂക്യം. അയം ആത്മബ്രഹ്മ എന്ന മഹാവാക്യം മാണ്ഡൂക്യത്തിലുള്ളതാണുള്ളത്. ഋഗ്വേദത്തിലെ ഐതരീയ ആരണ്യകത്തിൽപ്പെട്ട ഉപനിഷത്താണ് ഐതര്യോപനിഷത്ത്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യം ഉൾപ്പെടുന്നത് ഇതിലാണ്. കേരള ദേവസ്വം ബോർഡ് നടത്തുന്ന വിവിധ എക്സാമുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.